സെപ്റ്റംബർ 5-ാം തീയതി നമ്മൾ അധ്യാപക ദിനമായിട്ട് ആഘോഷിച്ചു ഇന്ത്യ മുഴുവൻ. അധ്യാപക ദിനമെന്ന് നമുക്കറിയാം, ഇന്ത്യയുടെ പ്രസിഡൻറ്റും ഏറ്റവും വലിയ അധ്യാപകനും ഫിലോസഫറും ഒക്കെയായ ഡോക്ടർ എസ് രാധാകൃഷ്ണൻ്റെ ജന്മദിനമാണ്. അത് നമുക്കറിയാം. ഡോക്ടർ രാധാകൃഷ്ണനെ വളരെ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ കാണാനും അദ്ദേഹത്തെ കേൾക്കാനൊക്കെ ഒറ്റ പ്രാവശ്യം അദ്ദേഹം കോട്ടയത്ത് വന്നു. ഒന്ന് റെയിൽവേ സ്റ്റേഷൻ വഴിയാണ് വരുന്നത്, ട്രെയിനിലാണ് വരുന്നത്. ട്രെയിൻ അലങ്കരിച്ച്, റെയിൽവേ സ്റ്റേഷനൊക്കെ അലങ്കരിച്ച് അദ്ദേഹത്തിൻ്റെ വരവൊക്കെ ഞാനിപ്പോഴും ഓർക്കുന്നു. അപ്പോൾ ഈ അധ്യാപകരെ ആദരിക്കുകയും അവരെ ഓർക്കുകയൊക്കെ ചെയ്യുന്ന ദിനമാണ്. ഒരധ്യാപകൻ ജോലി ആയിരുന്ന എന്നെ സംബന്ധിച്ച് എന്താണ് ഒരു അധ്യാപകനെന്ന് ഒരു നിരന്തരമായ അന്വേഷണമായിരുന്നു എന്നെ സംബന്ധിച്ച്. ഒരു അധ്യാപകൻ ആരായിരിക്കണം, എന്തായിരിക്കണം, ഒരു വലിയ അന്വേഷണം നമ്മൾ പഠിപ്പിക്കുന്ന കാലഘട്ടത്തിലൊക്കെ ഇങ്ങനെ ഒരു അന്വേഷണമായിരുന്നു. ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കാനും പഠിക്കാനും ഒക്കെ ഒരു അവസരമുണ്ട്. അതൊന്നും എല്ലാം പറയാൻ പറ്റില്ലല്ലോ. എന്നെ ഏറ്റവും സ്വാധീനിച്ച രണ്ട് കാര്യങ്ങൾ മാത്രം ഇവിടെ സൂചിപ്പിക്കുമെന്ന് ആഗ്രഹിക്കുന്നു. ആദ്യത്തേത് ഹെലൻ കെല്ലറുമായിട്ട് ബന്ധപ്പെട്ട, നമുക്കറിയാം ആരാ ഹെലൻ കെല്ലറെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഞാൻ ആദ്യമായിട്ട് ഹെലൻ കെല്ലറെക്കുറിച്ച് കേൾക്കുന്നത് അല്ലെങ്കിൽ പരിചയപ്പെടുന്നത് എനിക്കേറെ പ്രിയപ്പെട്ട ഒരു ബിഷപ്പിൽ നിന്നാണ്. അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, ബിഷപ്പ് പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് നമുക്ക് ദൈവം എല്ലാം തന്നു, എല്ലാ സൗഭാഗ്യവും തന്നു, കാഴ്ച തന്നു, കേൾവി തന്നു, എല്ലാം തന്നു. പക്ഷെ പാവം ഹെലൻ കെല്ലർക്ക് ഇതൊന്നും കൊടുത്തില്ല, കാഴ്ച കൊടുത്തില്ല, കേൾവി കൊടുത്തില്ല. പക്ഷേ തിരുമേനി ബിഷപ്പ് പറഞ്ഞു, സ്പർശം എന്നൊരൊറ്റ ഫാക്കൽറ്റി ഉപയോഗിച്ച് അവർ ലോകം കീഴടക്കി, അക്ഷരാർത്ഥത്തിൽ കീഴടക്കി. അനേക പുസ്തകങ്ങൾ രചിച്ചു, അനേക രാജ്യങ്ങൾ സന്ദർശിച്ചു, അനേക യുവജനങ്ങൾക്ക് ഇൻസ്പിറേഷനായി. അങ്ങനെ ഒരുപാട് വലിയ നേട്ടങ്ങൾ, സാധാരണക്കാരന് എല്ലാം തികഞ്ഞ ഒരുത്തിനും സാധിക്കാത്ത പല നേട്ടങ്ങളും അവർ നേടിയെടുത്തു. അപ്പോൾ ബിഷപ്പിൻ്റെ ഈ ഇൻസ്പിറേഷനിൽ ഞാൻ ഹെലൻ കെല്ലറുടെ ഒരുപാട് രചനകളൊക്കെ വായിച്ചു, അവരുടെ ആത്മകഥ ഉൾപ്പെടെ. എന്നെ അത്ഭുതപ്പെടുത്തിപ്പോയി. കാരണം എല്ലാമുള്ള ഒരാൾക്ക് എഴുതാൻ സാധിക്കാത്ത, ചിന്തിക്കാൻ സാധിക്കാത്ത പലരും അവർ എഴുതിയിരിക്കുന്നു. അതിലെന്നെ ഏറ്റവും സ്പർശിച്ചത് അവരുടെ അധ്യാപികയെക്കുറിച്ച്, ആൻ സല്ലിവൻ എന്ന് പറയുന്ന അവരുടെ അധ്യാപികയെക്കുറിച്ചുള്ള ഒരു പരാമർശമാണ്. അവർ പറഞ്ഞൊരു കാര്യമുണ്ട്, എഴുതിയൊരു കാര്യമുണ്ട്, ഞാൻ വായിച്ചു. ഒരു കാര്യമുണ്ട്. അതായത് എനിക്ക് ഏതെങ്കിലും ഒരു ദിവ്യശക്തി 2-3 ദിവസത്തേക്ക് കാഴ്ചശക്തി നൽകിയാൽ എനിക്ക് ആദ്യം കാണേണ്ടത് എൻ്റെ പ്രിയപ്പെട്ട അധ്യാപിക ആൻ സല്ലിവൻ്റെ മുഖമാണ്. അതിനൊരു കാരണവും പറഞ്ഞു, ഹെലൻ കെല്ലർ കാരണവും പറഞ്ഞു. അതായത് ഒരു പാഴ് ചാക്ക് പോലെ ഒരു മൂലയിൽ ഇരുന്ന് പോകാമായിരുന്ന എൻ്റെ ആത്മാവിനെ തൊട്ടുണർത്തി അത് അനന്തവിഹായസിൽ പറന്നുയരാൻ അനുവദിച്ചത് എൻ്റെ ഈ പ്രിയപ്പെട്ട ആൻ സല്ലിവനാണ്. അവർ പറഞ്ഞു, അതിനെന്തുമാത്രം ത്യാഗം, കണ്ണും കാതുമില്ലാത്ത എന്നെ പഠിപ്പിക്കാൻ അവരെന്തുമാത്രം ത്യാഗം സഹിച്ചു എന്ന് എനിക്ക് മാത്രമേ അറിയാവുള്ളൂ. അപ്പോൾ ഞാൻ ചിന്തിച്ചു, ഒരു അധ്യാപകൻ്റെ റോൾ ഇതാണ്. ഫിസിക്സ് പഠിപ്പിക്കുകയോ കണക്ക് പഠിപ്പിക്കുകയോ ഇംഗ്ലീഷ് പഠിപ്പിക്കുകയോ അത് മാത്രമല്ല, ഒരു വിദ്യാർത്ഥിയുടെ ആത്മാവിനെ സ്പർശിക്കുകയും അതിന് അനന്തവിഹായസിൽ പറന്നുയരാൻ അനുവദിക്കുകയും ചെയ്യുന്ന ഒരാളാണ് യഥാർത്ഥ ഗുരു അല്ലെങ്കിൽ യഥാർത്ഥ അധ്യാപകൻ. അതൊന്നാമത്തെ ഒരു ചിന്ത, എന്നെ ഏറ്റവും ആകർഷിച്ച ചിന്ത. രണ്ടാമതൊരു ചിന്തകളുണ്ട്. രണ്ടാമത്തെ ചിന്ത മൈക്കിൾ ആഞ്ചലോയുമായിട്ട് ബന്ധപ്പെട്ട, നമുക്കൊക്കെ അറിയാം, വലിയ സ്കൾപ്ചർ, വലിയ പെയിൻറ്റർ, പ്രശസ്തനാണ്. അദ്ദേഹം ഒരുപാട് ബ്യൂട്ടിഫുൾ ശില്പങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം ഈ മനോഹര ശില്പങ്ങൾ എങ്ങനെ ഉണ്ടാക്കുന്നതിനെക്കുറിച്ച് ഒരാൾ ഈ മൈക്കിൾ ആഞ്ചലോയോട് ചോദിച്ചു, താങ്കൾ എങ്ങനെയാണ് ഈ മനോഹരമായ മാലാഹയെ കൊത്തി ഉണ്ടാക്കുന്നത്? അദ്ദേഹത്തോട് ചോദിച്ചു, ഒരു മാർബിൾ ശിലയിൽ നിന്ന് എങ്ങനെയാണ് താങ്കൾ
ഇത്ര മനോഹരമായ ശില്പങ്ങൾ ഒരു മാലാഖയൊക്കെ കൊത്തി ഉണ്ടാക്കുന്നത്. അദ്ദേഹം പറഞ്ഞൊരു മറുപടിയുണ്ട്. അദ്ദേഹം പറഞ്ഞു, ഞാനൊരു മാലാഖയും കൊത്തി ഉണ്ടാക്കുന്നില്ല. ഒരു കണക്കൊത്ത ഒരു മാർബിൾ ശില്പം കാണുമ്പോൾ അതിലകപ്പെട്ടു പോയൊരു മാലാഖയെ ഞാൻ കാണും, സ്വപ്നം കാണും. പിന്നെ എൻ്റെ ഉള്ളിയും ചുറ്റിയൊക്കെ എടുത്ത് ഞാൻ അവിടെ ഇവിടെയൊക്കെ തട്ടി ഈ മാലാഖയെ സ്വതന്ത്രയാക്കും. ദാറ്റ്സ് വാട്ട് ഐ എം ഡൂയിങ്. ഈ പശ്ചാത്തലം ഇതിനെ ആധാരമാക്കി ആനി ബെസൻ്റ് എന്ന് പറയുന്ന ഇന്ത്യയുടെ പ്രഗത്ഭയായ വനിത, നമുക്കറിയാം ആനി ബെസൻ്റ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായിരുന്നു, വലിയ ആക്ടിവിസ്റ്റൊക്കെ ആയിരുന്നു. അവർ പറഞ്ഞൊരു കാര്യമുണ്ട്. അവർ പറഞ്ഞു, എല്ലാ വിദ്യാർത്ഥി മനസ്സിലും ഒരു മാലാഖ ഉറങ്ങുന്നു. എല്ലാ വിദ്യാർത്ഥികളുടെ ഹൃദയത്തിലും ഒരു മാലാഖ ഉറങ്ങുന്നുണ്ട്. ഒരു അധ്യാപകൻ്റെ ഡ്യൂട്ടി, അത് ഫിസിക്സ് ആണെങ്കിലും കെമിസ്ട്രി ആണെങ്കിലും എന്തും ആയിക്കോട്ടെ, ആയുധം എന്തും ആയിക്കോട്ടെ, അവിടെ ഇവിടെ തട്ടി, ഹൃദയത്തിൻ്റെ തട്ടി ആ മാലാഖയെ സ്വതന്ത്രമാക്കുക എന്നുള്ളതാണ് ഒരു അധ്യാപകൻ്റെ പ്രഥമവും ഫണ്ടമെൻ്റലുമായിട്ടുള്ള ഡ്യൂട്ടി. ഞാൻ വിചാരിക്കുന്നു ഈ AI കാലത്ത് ചിലപ്പോൾ ചോദിച്ചേക്കാം, വാട്ട് ഈസ് ദ റോൾ ഓഫ് എ ടീച്ചർ? ഇനിയും ടീച്ചറിന്, അധ്യാപകന് റോളില്ലല്ലോ എന്ന് ചിലപ്പോൾ എങ്കിലും ചിന്തിച്ചേക്കാം. കാരണം അറിവൊക്കെ എല്ലായിടത്തും ഉണ്ട്. പക്ഷേ what is the role of the teacher? The role of the teacher is fundamental to inspire. വിദ്യാർത്ഥി ഇൻസ്പയർ ചെയ്യുക. നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ, നമ്മുടെ ജീവിതകാലത്തിലൊക്കെ തിരിഞ്ഞു നോക്കുമ്പോൾ, നമ്മളെ ഫിസിക്സ് പഠിപ്പിച്ചോ കണക്ക് പഠിപ്പിച്ചോ എന്നുള്ളതല്ല, ചില അധ്യാപകരെക്കുറിച്ച് ഓർക്കുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് ദ ഇൻസ്പയർഡസ്, നമ്മളെ വലിയ സ്ഥാനത്തേക്ക് എത്തിക്കുവാൻ അവരുടെ പ്രോത്സാഹനം, അവരുടെ വാത്സല്യം, അത് നമ്മെ പ്രാപ്തരാക്കി. അങ്ങനെയുള്ള അധ്യാപകർ ആണ് നമുക്ക് ആവശ്യം.